എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായം 26-ഉം 27-ഉം വചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളാണ്. കുരിശിൻ ചുവട്ടിൽ യേശു കാണുന്നത് തൻ്റെ അമ്മയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ശിഷ്യനുമാണ്. അമ്മയോട് കരങ്ങളിൽ മകനെയും മകൻ്റെ കരങ്ങളിൽ അമ്മയെയും ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിക്കുന്ന, യേശുവിനോടും തൻ്റെ അമ്മയോടും കൂടി ആയിരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് യേശുനാഥൻ ഏൽപ്പിക്കുന്നതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതും യേശു കൂടുതൽ സ്നേഹിക്കുന്നതുമായിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ. ആയതിനാൽ തന്നെ ആ യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഏവനും ക്രിസ്ത്യാനിയായി മാറുന്നു. ആ ക്രിസ്ത്യാനിയായി മാറുന്ന ആ ജനത്തിന് യേശുനാഥൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് പരിശുദ്ധ കന്യക മാതാവ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.